ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രണ്ട് വീടുകളിലും ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു തആല അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ആദ്യമായിട്ട് എല്ലാവരെയും നമ്മുടെ ഈ ജീവിതത്തിൽ ഇതൊരു പരീക്ഷണമാണ്, ഇതൊരു പരീക്ഷാ ഹാളാണ്. ഈ ജീവിതത്തിൽ നമ്മൾ എല്ലാവിധ തിന്മകളും അള്ളാഹു വിലക്കിയിട്ടുള്ള എല്ലാ സംഗതികളിൽ നിന്നും കഴിവിൻ്റെ പരമാവധി മാറി നിന്നുകൊണ്ട് അവ ഉപേക്ഷിച്ചുകൊണ്ട് നന്മകൾ, പുണ്യകർമ്മങ്ങൾ, അമലുസ്വാലിഹാത്തുകൾ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള സ്വഹാബാക്കൾ അവരൊക്കെ ഏറ്റവും ഉത്കൃഷ്ടരായ വ്യക്തികളാണ്. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ എല്ലാം സമർപ്പിച്ചവരാണവർ. സമ്പത്തെന്നോ കുടുംബമെന്നോ ജീവിതമെന്നോ ജീവനെന്നോ ഒന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെയായിരുന്നു. എല്ലാം റബ്ബിന് വേണ്ടി, എല്ലാം അള്ളാഹുവിന് വേണ്ടി അവർ ത്യജിക്കുകയായിരുന്നു. അതായിരുന്നു സ്വഹാബത്ത്. എന്നാൽ ഇന്ന് മനുഷ്യർക്കിടയിൽ തെറ്റുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് പരിശുദ്ധ മക്കയിൽ നടന്നിട്ടുള്ള ഒരു ഖുതുബയിൽ മക്ക ഇമാമായിട്ടുള്ള ഷുറൈം അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്ന് രണ്ട് സൂചനകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതായത് അദ്ദേഹം പറയണ്ടായി, മനുഷ്യന്മാർ ഇപ്പോൾ കുറേ ആളുകൾ തിന്മകളിൽ വ്യാപകമായി മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളാണ്, മുസ്ലിം പേരുള്ളവരാണ്, പക്ഷേ അവർക്ക് ബഹുദൈവ വിശ്വാസം, ബഹുദൈവ ആരാധന, അങ്ങനെയുള്ള മഹാതിന്മകൾ, വൻ പാപങ്ങൾ, ഗുരുതരമായ തെറ്റുകൾ, അല്ലാഹു തആല പൊറുക്കാത്ത പാപങ്ങൾ അവയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലിശയുണ്ട്, വ്യഭിചാരമുണ്ട്, എല്ലാ തിന്മകളും. എന്നാൽ വേറെ കുറേ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർക്ക് നിസ്കാരമുണ്ട്, അവർക്ക് ഇസ്ലാമിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവരെടുത്ത് ഒരുപാട് തെറ്റുപറ്റിയാണ്. ഒരാൾ വുളൂ ചെയ്യുക, അയാൾ വുളൂ ചെയ്യാൻ ഒരുപാട് വെള്ളം പാഴാക്കുകയാണ്. ഒരാൾ നമസ്കരിക്കുകയാണ്, പക്ഷേ ആ നമസ്കാരത്തിൽ തീരെ ശ്രദ്ധയില്ല. നമസ്കാരത്തിൽ 5 നേരത്തെ നിസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പുറത്താണ്. അദ്ദേഹം നിസ്കാരത്തിൽ മുഴുവൻ ഓർക്കുന്നത് പല കാര്യങ്ങളാണ്. അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്തല്ല, അള്ളാഹിൻ്റെ മുമ്പിലാണ് എന്നുള്ള ബോധമില്ല. അങ്ങനെയുള്ള ഒരു തരം കർമ്മങ്ങൾ ചെയ്താലും ഉപകാരപ്പെടാത്ത
ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് വരികയാണ്. അയാൾ നമ്മളോട് പറയാണ്, എനിക്ക് ഒരു 100 രൂപ വേണം. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു? 100 രൂപ കൊടുക്കുകയാണ്. അയാൾ കൊടുക്കുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അയാളെന്താ വിചാരിക്കുക? ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, എനിക്ക് 100 രൂപ തന്നല്ലോ, എന്നെ സഹായിച്ചല്ലെന്നോ. പക്ഷേ അദ്ദേഹം ആ പൈസ വാങ്ങി പിരിഞ്ഞു പോയാൽ പിന്നെ അയാളെ ചീത്ത പറയാണ്. അവന് എന്തൊരു വിഡ്ഢിയാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ വരാൻ കണ്ട സമയം എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യുക? ആക്ഷേപിക്കുക, അപഹസിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ആ 100 രൂപ കൊടുത്ത എല്ലാ പ്രതിഫലം അള്ളാഹു താല ക്യാൻസലാക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ട്. നമ്മൾ ആളുകൾ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നിട്ടതോ ഒക്കെ നിഷ്ഫലാകുന്നൊരവസ്ഥ ഉണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മരണപ്പെട്ടു പോകേണ്ടുന്ന ആളുകളാണ്. ഒരു സംശയമില്ല, അള്ളാഹു താലയോട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു മാത്രമാണ് നമ്മുടെ ഇലാഹ്, അള്ളാഹു മാത്രമാണ് നമ്മുടെ രക്ഷകൻ. അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. മറ്റൊരു ശക്തിയും വക്തിയും ഒന്നും നമ്മുടെ മുമ്പിലില്ല. അള്ളാഹു ജല്ല ജലാൽ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ ആ അർഹമുറാഹിമീനായ അള്ളാഹു തആല, ആ റബ്ബ് പറയാണ്, എന്താണ്? മനുഷ്യരെ, നിങ്ങൾ തെറ്റൊക്കെ പറ്റും, പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാപങ്ങൾ അത് പൊറുക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കണം, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, നിങ്ങൾ പാപമോചനം തേടണം. നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പൊറുത്തു തരണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതാണ് അള്ളാഹു തആല പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സൂറത്തുകളിൽ, ഒട്ടേറെ ആയത്തുകളിൽ പാപങ്ങൾ പുറത്തു തരാനുള്ള കാര്യങ്ങൾ പറയണ്ടായി. അപ്പം ഞാനിവിടെ ഓതി വെച്ചൊരായത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബകളൊക്കെ നിർവഹിക്കുമ്പോൾ ഓതാറുള്ള ഒരായത്താണ്. പലപ്പോഴും യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ യാ അയ്യുഹന്നാസുത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നിങ്ങനെയുള്ള 3 ആയത്തുകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയുടെ ആരംഭത്തിൽ പലപ്പോഴും ഓതാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇമാമിയങ്ങളൊക്കെ ഖുത്ബയുടെ ആമുഖത്തിൽ ഇതൊക്കെ പാരായണം ചെയ്യുന്നത്. അപ്പം അതിലെന്താണെന്ന് അറിയുങ്ങൾ, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തു അഹ്സാബിൻ്റെ അവസാന ഭാഗത്തെ ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ ചാപ്റ്ററാണ് സൂറത്തുൽ അഹ്സാബ്. അതിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ പറയണം, നേരായ കാര്യങ്ങൾ പറയണം. ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, മനുഷ്യനെ അപമാനപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ കളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ. മറ്റുള്ള ആളുകളെ കളിയാക്കുക, അവനെ ഇടിച്ചു താഴ്ത്തുക, ഇതൊന്നല്ല. ഖൂലു ഖൗലൻ സദീദാ, നേർക്ക് നേരെ നന്മ പറയുക, അല്ലെങ്കിലോ മിണ്ടാതിരിക്കുക. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, എന്നിട്ട് പറയാണ്, യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അങ്ങനെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് നന്മ പറഞ്ഞ് നേരെ മുന്നോട്ട് പോയാൽ, നല്ല വാക്ക് പറഞ്ഞാൽ എന്താണ്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളൊക്കെ അല്ലാഹു തആല ശരിയാക്കും. നമ്മുടെ നിസ്കാരമൊക്കെ, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആനോത്ത്, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ദുആയ്, നമ്മൾ ആളുകൾക്ക് ചെയ്യുന്ന നന്മകൾ, നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യും? നേരാക്കും, ശരിയാക്കും. എന്നിട്ട് പറയാണ്, യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അപ്പം ഇങ്ങനെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മളൊക്കെ ഇന്ന് എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകും? ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയാണ്, രാവിലെ എഴുന്നേറ്റത് മുതൽ ഇന്നേ വരെ റബ്ബിന് ഇഷ്ടമില്ലാത്ത എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും.
ഞാൻ എത്ര ചെയ്തിട്ടുണ്ടാകും? സഹോദരങ്ങളെ, ഒരു ഹദീസിൽ കാണാം, നബി മരണപ്പെട്ടു. നബിനെ കണ്ട സ്വഹാബികൾ ഓരോരുത്തരും ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു സ്വഹാബി പറയാണ്, നബിനെ കാണാത്ത ആളുകൾ ജനിച്ച് വളരുകയാണ്. നബിനെ കാണാത്ത ആളുകൾ, അതായത് നബി മരണപ്പെട്ട ശേഷമൊക്കെ ജനിച്ച് വളർന്ന ആളുകളുണ്ട്. അവിടെ ആ സമയത്തുണ്ടായിരുന്ന മുതിർന്ന ആളുകൾ, ആ മുതിർന്ന ആളുകൾ ആരാ? നബിനെ കണ്ട് നബിയുടെ ചുണ്ടിൽ നിന്ന് ദീനിൻ്റെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നല്ല തെക്കുവള്ള മഹാന്മാരായ ആളുകളാ. അവർ ഈ ജനങ്ങളെ കാണുക, പുതുതായി ഉണ്ടാകുന്ന ആളുകൾ, അവരെന്ത് ചെയ്യുന്നു? ചില തെറ്റുകളൊന്നും വലിയ തെറ്റുകളായി കാണുന്നില്ല. അത് സാരമില്ല, അത് നിസ്സാരം എന്നുള്ള നിലക്ക് കാണുകയാണ്. അതൊക്കെ ചെറിയ തെറ്റായിട്ട് ആളുകൾ കാണുകയാണ്. അപ്പം ഈ സമയത്ത് അദ്ദേഹം പറയാണ്, ഫിൽ മൂബിക്കാത്ത്, അത്തരം പാപങ്ങളൊക്കെ ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വലിയ പാപങ്ങളായിക്കൊണ്ടാണ് എണ്ണാറുണ്ടായിരുന്നത്. ഫി സമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിക്കാത്ത്, വൻ പാപങ്ങളായിട്ട്, വലിയ ഗുരുതരമായിട്ടുള്ള വമ്പിച്ച തെറ്റുകളായിട്ടാണ് ഞങ്ങളവ കണ്ടിരുന്നത് എന്ന് ആ സ്വഹാബി വര്യൻ പറഞ്ഞതായിട്ട് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആളുകൾക്ക് ഇപ്പം എന്ത് ചെയ്താലും അത് ചെറുതാണ്, അത് സാരില്ല എന്നുള്ള ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ ചെറുതായിട്ട് കാണുക. അങ്ങനെയല്ല, സ്വഹാബത്തൊരു ചെറിയ തെറ്റും, നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം വേസ്റ്റാക്കി, അതൊന്നും ഒരു പ്രശ്നമല്ല. ആർക്ക് പ്രശ്നമല്ല? നമുക്ക് പ്രശ്നമല്ല. എന്താണത്? അത് കാരണം അതിങ്ങനെ ആ തെറ്റുകൾ ചെയ്ത് 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 ശീലമായി നമുക്ക്. അങ്ങനെ അതിര് വിട്ടിട്ടുള്ള ഒരു സ്വഭാവമാണ് നമുക്ക്. പക്ഷേ അങ്ങനെ അതിരുവിടുന്ന ആളുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? അങ്ങനെ അതിരുവിടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവര് പിശാചിന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളാണ് എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം, ഓരോ തെറ്റുകളും, ഇതൊന്നും ഇപ്പോൾ തെറ്റല്ല, നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുക എന്നുള്ള തെറ്റല്ല. ഡ്രസ്സിൻ്റെയും, ഒരാളോട് ഞാൻ ചോദിച്ചു, അപ്പോൾ അയാൾക്ക് 15 കോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥയാണത്. ആളുകൾക്ക് എത്ര ഒരു കണക്കും പരിധിയില്ലാത്ത രൂപത്തിൽ ദൂർത്തടിക്കുക, മനസ്സിലായല്ലോ. എന്തിനും ആഡംബരപ്രിയത്വം, അതാണ് ആളുകൾക്കൊക്കെ ഒരു 5 സ്റ്റാർ ജീവിതമാണ് മൊത്തത്തിൽ ആഗ്രഹം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് ഓർക്കണം. അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി നമ്മൾ നിരന്തരം ആവശ്യപ്പെടണം. വിശുദ്ധ ഖുർആൻ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞിട്ട് പിന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഉലുൽ അസ്മിൽപ്പെട്ട ഒരു നബിയാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്, സൂറത്തു നൂഹ്. അതിൻ്റെ ആരംഭത്തിൽ അല്ലാഹു തആല എന്താ പറയുന്നത് അറിയങ്ങൾ? അതിൽ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, തീർച്ചയായും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം അയച്ചിരിക്കുന്നു. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, എന്തിനാണ് അയച്ചത്? അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനയേറിയിട്ടുള്ള ശിക്ഷ അവർക്ക് വന്നെത്തുന്നതിന് മുമ്പ് താക്കീത് നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. എന്തിനാ നൂഹ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചത്? അവർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ വരും, അതിനു മുമ്പ് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താക്കീതും മുന്നറിയിപ്പും നൽകുവാനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാ, അദ്ദേഹം എന്താണ് ജനങ്ങൾക്കിടയിൽ വന്നിട്ട് ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, കാല യാ ഖൗമി ഇന്നി ലകും നദീറും മുബീൻ, എൻ്റെ സമൂഹമേ, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഇന്നി ലകും നദീറും മുബീൻ, തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു താക്കീതുകാരനാണ് ഞാൻ. ഇങ്ങനെ പോയാൽ നരകമുണ്ടാകും, ഇങ്ങനെ പോയാൽ സ്വർഗം ലഭിക്കും എന്നുള്ള താക്കീതും മുന്നറിയിപ്പും നൽകുന്ന ആളാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയാൻ, അനി അഅ്ബുദുല്ലാ
വത്തഖൂഹു വഅതീഊൻ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. എന്നിട്ടോ വത്തഖൂഹു, അല്ലാഹനെ സൂക്ഷിക്കണം. ആ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന എന്താ? ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള വദ്, സുവാ, യഊസ്, യഊക്ക്, നസ്ർ പോലെയുള്ള ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും മൺമറഞ്ഞു പോയിട്ടുള്ള മഹാത്മാക്കളെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നൂഹ് നബിയുടെ കാലഘട്ടം. എന്നിട്ട് അങ്ങനെ ബിംബാരാധനയും വിഗ്രഹാരാധനയും മഹാന്മാരോടുള്ള ആരാധനയും ഒക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അദ്ദേഹം പറയാ അനിഅ്ബുദുല്ലാഹ വത്തഖൂഹു വഅതീഊൻ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. വത്തഖൂഹു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅതീഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റണം, എന്നെ അനുസരിക്കണം. എന്നാലോ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു തആല പുറത്തു തരും. എന്ത് ചെയ്യണം? അല്ലാഹനെ ആരാധിക്കണം, അല്ലാഹനെ സൂക്ഷിക്കണം, അമ്പിയാക്കളെ അനുസരിക്കണം. എന്നിട്ടോ വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ ലൗ കുൻതും തഅലമൂൻ. അല്ലാഹു പറയാണ് വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അവധി വരെ നിങ്ങളെ ജീവിക്കാൻ അല്ലാഹു അനുവദിക്കും. ആ അവധി വന്നാലോ ലാ യുഅഖർ, പിന്നീട് ഒരു നിമിഷം ബന്ധിക്കുകയില്ല. നമുക്കൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മരണമടയും. ആ സമയത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ആ സമയം നമ്മുടെ അന്ത്യയാത്രയാകും. പ്രിയമുള്ളവരെ, ലൗ കുൻതും തഅലമൂൻ, അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താ? നമ്മുടെ പാപങ്ങൾ, നമ്മൾ ഒരുപാട് തിന്മ ചെയ്യുന്നവരാണ്. നമ്മളത് വിശദീകരിച്ചു. ധൂർത്തുണ്ട്, ആഡംബരമുണ്ട്, വാക്കിലും നോക്കിലും ചലനത്തിലും ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോകുക. അതുകൊണ്ട് തെറ്റുകൾ വരാതെ നോക്കണം. വന്ന തെറ്റുകൾ പുറത്തു തരാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അല്ലാഹു തആലക്ക് മാത്രമേ അത് പുറത്തു തരാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനോടുള്ള തെറ്റുകൾ അത് പൊറുക്കാൻ അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ? പാപങ്ങൾ പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അമ്പിയാക്കളോട് അങ്ങനെ ദുആ ചെയ്തുകൂടാ, മഹാത്മാക്കളോട് അങ്ങനെ ദുആ ചെയ്തുകൂടാ, റബ്ബിനോട് മാത്രം. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറയുന്നുണ്ട്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട്, രക്ഷിതാവിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറാ, അവൻ അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. സഹോദരങ്ങളെ, അതാണ് നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എത്ര വട്ടം പറയാ അസ്തഗ്ഫിറുല്ലാന്ന്? എത്ര വട്ടാ പറയാ? വളരെ കുറച്ച് പ്രാവശ്യം പറയാ. അല്ലെങ്കിൽ എൻ്റെ പാപം പുറത്തു തരണേ, എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ, എത്ര വട്ടം പറയും? വളരെ കുറച്ച്. പക്ഷെ അല്ലാഹ് പറയാണ്, ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കും, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അള്ളാഹിനെ പോലെ പാപങ്ങൾ പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും മറ്റൊരു ശക്തിയുമില്ല. ഒരു ഹദീസിൽ കാണാം, ആകാശത്തോളം ലൗ അനാനസ്സമാ, ആകാശം മുട്ടോളം നിങ്ങൾ പാപങ്ങൾ ചെയ്താലും, അത്ര തെറ്റുകൾ ചെയ്താലും അള്ളാഹ് പുറത്തു തരും. പക്ഷെ എന്ത് വേണം? ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ നടത്തണം. റബ്ബേ പുറത്തു തരണേ മനസ്സിൽ തട്ടി നമ്മളെന്ത് ചെയ്യണം? റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നാൽ നമുക്ക് അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരും. ഹദീസിൽ കാണാം, ആകാശം മുട്ടുവോളം കടലിലെ നുരയോളം എത്ര പാപങ്ങളുണ്ടെങ്കിലും ശരി, അത് അള്ളാഹു പുറത്തു തരും. പക്ഷേ പിന്നീട് ആ തെറ്റിലേക്ക് നമ്മൾ പോയി കൂടാ എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ, ആ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. ചില കാര്യങ്ങൾ നമുക്ക് ഹദീസുകൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്നാമതായിട്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻ അബി ഉമാമത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്. റവാഹു നസായി. ഒരു സ്വഹീഹായിട്ടുള്ള ഒരു നബിവചനാണ്. ഇതിൽ പറയുന്നത് എന്താ? ഫറള് നമസ്കാരാനന്തരം, ഫറള് നമസ്കാരങ്ങൾക്ക് ശേഷം, ഏതൊക്കെ ഫറള് നമസ്കാരം? അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നിസ്കരിക്കേണ്ട സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ, ഈ 5 വക്തുകൾക്ക് ശേഷവും ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യുക. എന്നാലോ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന. ഇതിൽ പറയുന്നത് എന്താ? നിങ്ങൾ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്താ തടസ്സം? അവൻ്റെ മരണം മാത്രമാകുന്നു എന്ന. മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന. മറ്റൊരിക്കൽ പറഞ്ഞു, എന്താ പറയുന്നത്? നിങ്ങൾ നമ്മൾ ഈ വുളു ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, പ്രിയമുള്ളവർ, വുളു ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. വുളു എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ശീലാക്കണം. എന്താ പ്രാർത്ഥന? മൻ തവല്ല, ആരെങ്കിലും വുളു ചെയ്താൽ ഫഅഹ്സനൽ വുളു, നന്നായി വുളു ചെയ്യണം. ചില ആളുകൾ വുളു ചെയ്താൽ കൈമുട്ട് മറയില്ല, അല്ല ഇവിടെ നനയൂല, കാലിൻ്റെ മടമ്പ് നനയൂല. അതുപോലെ ശരിക്കും അവയവങ്ങളൊന്നും നമ്മൾ അങ്ങോട്ട് കഴുകുക അല്ലെങ്കിൽ വുളു ചെയ്യുന്ന ഒരു പൂർണ്ണ രൂപം ചെയ്യാറില്ല. അങ്ങനെയല്ല, ശരിക്ക് ചെയ്യണം. സുമ്മക്കാൽ, എന്നിട്ട് പ്രാർത്ഥിക്കണം. എന്താ പറയുന്നത്? നന്നായി വുളു ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ എന്നുള്ള ദുആ. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ഒരു ഫള്, ശ്രേഷ്ഠത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അവനെങ്ങാനും മരണപ്പെട്ടാൽ, അവന് മരണപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തിയാൽ സ്വർഗത്തിന് 8 കവാടങ്ങളായിരിക്കും, 8 ഗേറ്റുകളായിരിക്കും. സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ആ വാതിലുകളുടെ എണ്ണം എത്രയാ? 8. അതിലിഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടാകും. എന്തുകൊണ്ടാണ് അത് കിട്ടുന്നത്? അവന് വുളു ചെയ്തതിന് ശേഷം അവനെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ദുആ ചെയ്തിട്ടുണ്ട്. ഏത് ദുആ? ഈ ദുആ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ആ ദുആ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പം നമ്മൾ നിസ്കാരത്തിലൊക്കെ ഉണ്ടല്ലോ, സൊഫൊക്കെ ശരിക്ക് നിൽക്കണം. സൊഫ്, ചില ആളുകൾ സൊഫൊക്കെ എന്ത് ചെയ്യും? വളരെ വിട്ട് നിൽക്കും. അതൊന്നും ശരിയല്ലേ. സഫൊക്കെ ചേർന്ന്, തോളോട് തോള് ചേർന്ന് നിൽക്കുക. വല്ലാതെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ നിൽക്കണമെന്നല്ല, എങ്കിലും ചേർന്ന് നിൽക്കുക. അതോടൊപ്പം തന്നെ മടമ്പ് ഒപ്പിച്ച് നിൽക്കുക. മടമ്പ് ഒപ്പിച്ച് നിൽക്കുക, അതാണ് അതിൻ്റെ ശരി. ഇപ്പോൾ ഇവിടെയൊക്കെ ഇമാമിയങ്ങൾ പറയാറുണ്ട് മുൻഭാഗം, കാലിൻ്റെ മുൻഭാഗം ഒപ്പിച്ച് നിർത്തണം എന്ന്. സത്യത്തിൽ നമുക്ക് അതിൻ്റെ ഏറ്റവും ശരിയായ രൂപം കാണുന്നത് മടമ്പുകൾ ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒപ്പം നിൽക്കുന്നതിൻ്റെ പ്രതിഫലം എന്താ? നിങ്ങൾ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലല്ലദീന യസ്ലൂന സുഫൂഫ്. തീർച്ചയായും അല്ലാഹുവും അവൻ്റെ മലക്കുകളും യുസല്ലൂന എന്ത് ചെയ്യും? ആ സ്വലാത്ത് നിർവഹിക്കും. സ്വലാത്ത് പറഞ്ഞ പ്രാർത്ഥന എന്നർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കും, അള്ളാഹിൻ്റെ റഹ്മത്ത് തരും. മലക്കുകൾ യുസല്ലൂന എന്നർത്ഥം, മലക്കുകൾ അള്ളാഹിനോട് ദുആ ചെയ്യും, അള്ളാഹുവേ ഇവർക്ക് റഹ്മത്ത് ചെയ്യണേ, ഇവർക്ക് ഖൈർ നൽകണേ എന്ന് ആരോട് ദുആ ചെയ്യും? റബ്ബിനോട് ദുആ ചെയ്യും. ആര് ദുആ ചെയ്യും? മലക്കുകൾ ദുആ ചെയ്യും. ആർക്ക് വേണ്ടി ദുആ ചെയ്യും? സൊഫ്. ആർക്ക് ദുആ ചെയ്യും? ഇതിൽ പറയാ അല്ലദീന യസിലൂന സുഫൂഫ്. സൊഫുകൾ ശരിയായി ചേർക്കുന്ന, ശരിയായി നിൽക്കുന്ന ആളുകൾക്ക്. ശരിക്കും നമ്മൾ നിസ്കാരം പൂർത്തിയാണെങ്കിൽ എന്ത് ചെയ്യണം? ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ സഫ് ശരിയാക്കി നിൽക്കണം. അത് മിൻ ഇത്മാമി സ്വലാ, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സഫ് ശരിയാക്കി നിൽക്കൽ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. വമൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന വറഫഅഹു ബിഹാ ദറജ. ചില വിടവുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സഫായിട്ട് നിൽക്കുമ്പോൾ വല്ലാതെ ഗ്യാപ്പൊക്കെ വിട്ടാൽ, അങ്ങനെ ആ വിട്ട ഗ്യാപ്പ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ, അടച്ചു കഴിഞ്ഞാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന,
സ്വർഗത്തിൽ അവൻ അല്ലാഹു തആല ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. വറഫഅഹു ബിഹാ ദറജ, ആ സഫ് ചേർത്തത് കൊണ്ട് അള്ളാഹു അവൻ്റെ ദറജ ഉയർത്തും. അപ്പം ഇതൊക്കെ എന്താണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ നേരത്തെ വുളുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതെന്താണ്? നമ്മൾ ബാങ്ക് കേൾക്കാറുണ്ട്. ഈ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മളൊരു ദുആ ചെയ്യണം. എന്താ ദുആ? ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കാൻ. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെയുള്ള സ്വലാത്ത് നിർവഹിക്കുക. അതിന് സമയവും നേരമൊന്നുമില്ലെങ്കിലോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നെങ്കിലും നമ്മൾ പറയുക. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ്, ഇങ്ങനെയൊക്കെ പറയാം. എന്തായിരുന്നാലും സ്വലാത്ത് നിർവഹിക്കണം. പക്ഷേ എന്നിട്ടോ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല വബഅത്ഹു മകാമൻ മഹ്മൂദ അല്ലദീ വഅദ്തഹു. ഇമാം ബുഖാരി ഉദ്ധരിച്ച പ്രാർത്ഥനയാണത്. അതുവരെ നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു പ്രാർത്ഥന കൂടെ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന എന്താ പ്രാർത്ഥന? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന ആള് ആ ബാങ്ക് വിളിക്കുമ്പോൾ, ബാങ്ക് വിളിച്ചാൽ എന്ത് പറയണം? വ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല. എന്താ പറയേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാ. ഇത് പറഞ്ഞാൽ എന്താ കാര്യം? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ ചെറിയ പാപങ്ങളും പൊറുക്കപ്പെടും. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ചെറിയ പാപങ്ങളും പൊറുക്കപ്പെടും. അല്ലാഹു തആല നമുക്ക് പുറത്തു വരും. അതിനെന്ത് ചെയ്യണം? ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വലാത്ത് ചെല്ലുക, പിന്നെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി എന്നുള്ള പ്രാർത്ഥന പറയാ, പിന്നീട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാ. ലളിതമായ പ്രാർത്ഥനയാണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ ചെറിയ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. പ്രിയമുള്ളവരെ, മറ്റൊരു ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദബ്ബ അൻ ഇർളി അഖീഹി ബിൽ ഗൈബ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുഅതികഹു മിനൻ നാർ. ഒരാളുടെ അഭാവത്തിൽ ഒരാളെക്കുറിച്ച് ഗൈബത്ത് പറയാം, അയാൾക്ക് ഇഷ്ടമല്ലാത്ത അയാളെ കുറ്റങ്ങൾ പറയാണ്. ആ സന്ദർഭത്തിൽ നമ്മളത് പറയാതെ ഒക്കെ മാറി നിന്ന് അതിനെ തടുക്കുകയാണെങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹ് അൻ യുഅതികഹു മിനൻ നാർ, അള്ളാൻ്റെ മേൽ കടമയാണ്, അള്ളാൻ്റെ ബാധ്യതയാണ് അവനെ നരകത്ത് നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. മനസ്സിലാണ്ട് നിങ്ങൾ? അത്രയും ഗുണമുണ്ട് ആ കാര്യത്തിന് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ കടങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകും. കടം കൊടുക്കും വാങ്ങുകയൊക്കെ ചെയ്യൂലേ? നമ്മൾ ചെയ്യും. എന്താ കാര്യം? നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമ്മൾ ആളുകളെ കാണുന്ന പോലെയല്ല, ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളാണ്. ഒരാൾക്ക് കടങ്ങളുണ്ടാകും, വേറൊരാൾക്ക് പിന്നെ ചെലവ് ചെയ്യേണ്ടുന്ന മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതോ വീട് വെക്കേണ്ടതോ ഒക്കെ ആയിട്ടുള്ള പലതരം പ്രശ്നങ്ങളുണ്ടാകും.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കടം വാങ്ങിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒക്കെ സഹീഹായിട്ടുള്ള ഹദീസിൽ കാണാം, മഹാനായ ആ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുമ്പോൾ, വഫാത്താകുമ്പോൾ നബിയുടെ യുദ്ധത്തിൽ അണിയുന്ന പടയങ്കി അതൊരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചതായിരുന്നു എന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ നേതാവ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാരനായി പണയം വെച്ച നിലയിൽ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പം നമ്മളൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ പറയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അൻളറ മുഅ്സിറ ഔ വളഅലഹു അളല്ലഹുല്ലാഹു യൗമൽ ഖിയാമ തഹ്ത ളില്ലി അർശിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. ഏതെങ്കിലും ഒരാൾ തന്നിൽ നിന്ന് കടം വാങ്ങിയവന് സാവകാശം നൽകുകയോ അതല്ലെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്താൽ അല്ലാഹു തആല ഒരു തണലുമില്ലാത്ത ഖിയാമത്ത് നാളിൽ മഹ്ശറ എന്ന് പറയുന്ന ലോകത്ത് അർശിന്റെ അല്ലാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ അവന് ഇട്ടു കൊടുക്കുന്നതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ. മനസ്സിലായ സുഹൃത്തുക്കളെ, ഒരാൾ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി, ഇയാൾക്ക് പറഞ്ഞ സമയത്ത് കടം വീട്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ മുതലാളി എന്ത് ചെയ്യുന്നു? സാരല്ല, നീ അടുത്ത മാസം തന്നാൽ മതി, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, അല്ലെങ്കിലോ നീ സാധിക്കുന്ന ഘട്ടത്തിൽ തന്നാൽ മതി എന്ന് പറയാം. ഞാൻ അതല്ലെങ്കിലോ അത് സാരല്ല, നീ തരണ്ട എന്ന് പറയാൻ. ഒന്നുകിൽ സാവകാശം കൊടുക്കുക, അല്ലെങ്കിലോ അത് തരണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക. എന്തുദ്ദേശത്തോടുകൂടെ? ഇഖ്ലാസോടുകൂടെ, റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്. എന്നാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഒരു തണലുമില്ലാത്ത തണലുണ്ട് പരലോകത്ത്. മഹ്ശറിൽ ഒരു തണലുമില്ല പറഞ്ഞാൽ തണലുണ്ട്. അതെന്താ തണലാ? കരിമ്പുകയുടെ തണലാ. സൂറത്തുൽ വാഖിയയിൽ പറയുന്നുണ്ട്, കരിമ്പുകയുടെ തണലാ. ശ്വാസം ശരിക്ക് കിട്ടൂല, കണ്ണ് ശരിക്ക് കാണൂല, ആ രൂപത്തിലുള്ള കരിമ്പുക. തണുപ്പോ ഒരാശ്വാസമോ കിട്ടാത്ത കരിമ്പുകയുടെ തണലായിരിക്കും അവർ. പക്ഷേ നല്ല തണല്, അങ്ങനെയുള്ള ഒരു തണലും ഉണ്ടാവില്ല പരലോകത്ത്. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണല് കിട്ടും, അള്ളാഹിൻ്റെ സിംഹാസനത്തിൻ്റെ തണല് കിട്ടും. ആ സിംഹാസനത്തിൻ്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗം ആരാണ് പ്രിയമുള്ളവരെ? ഈ പാവപ്പെട്ട മനുഷ്യന് കടം സാവകാശം നൽകുക, അല്ലെങ്കിൽ കടം ഒഴിവാക്കുക, അവനായിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നിങ്ങൾ നോക്കൂ, പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ആ ഹദീസ് ഇവിടെ വായിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കും അല്ലേ? ഭക്ഷണം തുടങ്ങുമ്പോൾ നമ്മൾ ബിസ്മിയൊക്കെ ചെല്ലാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഉള്ള പ്രാർത്ഥനയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഗുണം പറയാണ്. അൻ മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അകല തുആമൻ ഫഖാല അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഭക്ഷണം കഴിച്ചു എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അത് പ്രാർത്ഥിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന. അപ്പോൾ അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.